വേക്കൻസികൾ ഫില്ല് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നതിന്റെ മേലെ നമ്മളുടെ കൺട്രോളിംഗ് ഓഫീസറായിട്ട് നമ്മളുടെ എല്ലാ ഭാഗമായി തന്നെ നമ്മളുടെ കൂടെ നിൽക്കേണ്ടതായിട്ടുള്ള ഒരാൾ നമ്മളുടെ CCRCയുടെ ഭാഗത്തുനിന്നുകൂടെ ആ നിലയിലുള്ള നിലപാട് നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പലതവണ അദ്ദേഹത്തെയും ഡിവിഷണൽ അതോറിറ്റിയെയും കണ്ട് സംസാരിച്ചു. യാതൊരു മാറ്റവുമില്ല. വീണ്ടും ആബ്സെന്റുകൾ തുടരുന്നു, ചാർജ് ഷീറ്റുകൾ തുടരുന്നു. ഇന്ന് മംഗലാപുരം ബ്രാഞ്ച് ഇവിടെ ഒരു കുടുംബ സംഗമം, ഒരു കുടുംബ പ്രതിഷേധ ധർണ നടത്താൻ തീരുമാനിക്കുകയുണ്ടായി. ഈ പരിപാടിയുടെ ഉദ്ഘാടകനായി എത്തിച്ചേർന്നിട്ടുള്ള നമ്മളുടെ മുൻ ഡിവിഷണൽ പ്രസിഡന്റ് അശോകേട്ടൻ, അതുപോലെ വിശദീകരണവുമായി കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ച് സംസാരിക്കുവാനായി എത്തിച്ചേർന്നിട്ടുള്ള നമ്മളുടെ ഡിവിഷണൽ വർക്കിംഗ് പ്രസിഡന്റ് കേശവേട്ടൻ, നമ്മളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ പരിപാടി ഭംഗിയാക്കുന്നതിന് വേണ്ടി കൂടുതൽ സംസാരിക്കുന്നതിനും ആയി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡിവിഷണൽ പ്രസിഡന്റ് GP പ്രദീപേട്ടൻ, അതുപോലെ പാലക്കാട് ബ്രാഞ്ച് സെക്രട്ടറി സുരാഗ്, അതുപോലെ മറ്റ് സമുന്നത നേതാക്കളെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മളുടെ ഈ ലീവ് നിഷേധവും റെസ്റ്റ് നിഷേധവും കൊണ്ട് നമ്മളെക്കാൾ കൂടുതൽ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു ഹോസ്പിറ്റൽ എമർജൻസി. അവിടുന്ന് ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അവന് 1 മാസം 2 മാസം ലീവ് എടുത്ത് നീ പോവാന്നും അനിയനെ നോക്ക് എന്ന് പറഞ്ഞു പോകും. ആ രീതിയിലുള്ള ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പോലും അദ്ദേഹം ആബ്സെന്റിൽ പോയിട്ട് പിന്നെ അത് റെഗുലറൈസ് ചെയ്തു വന്നിരിക്കുന്നത്. ഇപ്പൊ ഒരു ആബ്സെന്റിലേക്ക് ഒരു 4 ആള് ലീവുള്ള സമയത്ത് 3 ആള് ലീവിലും ഒരാളെ ആബ്സെന്റിലും ആണെങ്കിൽ ആ ലീവിന്റെ കാഷ്വാലിറ്റി എപ്പോഴും ആബ്സെന്റ് ഇട്ട് കഴിഞ്ഞാൽ കൂടുന്നൊന്നുമില്ല. ഈ ആബ്സെന്റ് 4 ആൾക്ക് ലീവ് കൊടുത്ത് 5-ാമനെ ആബ്സെന്റ് ഇടല്ല ചെയ്യുന്നത്. 3 ആൾക്ക് ലീവ് കൊടുത്തിട്ട് 4-ാമനെ ആബ്സെന്റ് ആക്കുക ചെയ്യുന്നത്. അതും ഈ ആബ്സെന്റ് എന്ന് പറഞ്ഞാല് റെയിൽവേയില് നമ്മളെ സീനിയർ ഡി ആയിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് ലീവ് എന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശമല്ല എന്ന് പറയും. ഈ അവകാശമല്ല എന്ന് നിയമമായിട്ട് എഴുതി വെക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ തോന്നുന്ന മാതിരി എവിടെയും അതോറിറ്റി ഇല്ലാതെ റെയിൽവേന്ന് ലീവ് എടുത്ത് പോകരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി, അല്ലാതെ നിങ്ങൾ ലീവേ എടുക്കാൻ പാടില്ലാത്ത അടിമകളാണ് എന്ന് അതിൽ ആ വാക്കിന് അർത്ഥമൊന്നുമില്ല. നമ്മൾ ലീവ് എലിജിബിലിറ്റിക്ക് വേണ്ടി ഇവിടെ ഒരു ലീവിന് ബുക്കുണ്ട്. ആ ബുക്കിൽ ലീവിൽ സീനിയോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ പോകാറുള്ളൂ. ആ പോയിട്ട് ലീവ് സാങ്ഷൻ ആയിട്ടുള്ള ലീവ് രാജശേഖരൻ്റെത് കഴിഞ്ഞ മാസം സാങ്ഷൻ ആയതിനു ശേഷം ഇവിടെ ഒരു കാഷ്വാലിറ്റി വന്നപ്പം